ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700. ചേലക്കര പരക്കാട് ക്വാറികളിൽ നിന്നുള്ള വാഹനങ്ങളുടെ പൊതുശല്യത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ. കാൽനടയാത്ര പോലും അസാധ്യമാകുന്ന രീതിയിൽ അമിതഭാരം കയറ്റി നിരയായി ഒഴുകിയെത്തുന്ന ടോറസ് ലോറികളുടെ വാർത്ത റൈറ്റ് വിഷൻ പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്ത പൊതുസമൂഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത വന്നത് എന്ന് വാർത്ത കണ്ടപ്പോഴും അതിനു മുന്നേയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കോറി വരുന്ന ടോറസുകൾ, ആ ടോറസുകളിലെ നിയന്ത്രണമില്ലാത്ത മത്സര ഓട്ടവും ശോചനീയമായ ആ റോഡിൻ്റെ അവസ്ഥയും, കലുങ്കിന് വേണ്ടി ഒരു സൈഡ് പൊളിച്ചിട്ട് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഒരവസ്ഥ ദൈനംദിന ദിവസങ്ങളിലെല്ലാം അവിടെ പല അപകടങ്ങളും നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അതിന് വേണ്ട നടപടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് എടുക്കുന്നതാണ്. അത് കോറിയിലെ മുഴുവൻ കോറി ആളുകളെ പഞ്ചായത്തിലേക്ക് അടുത്ത ദിവസം തന്നെ വിളിക്കുകയും സമയക്രമത്തിലും അതുപോലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. കൂടാതെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോൺട്രാക്ടറെ ഇന്നലെ തന്നെ ഞാൻ വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് റോഡ് പണി ആരംഭിക്കാനും വളരെ പെട്ടെന്ന് ആ പ്രവർത്തനം നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എന്നാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഉദ്ദേശിക്കുന്നില്ല. PWD റോഡാണ്, അതിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ട് കുറേ കാലങ്ങളായി അവിടെ പൈപ്പിൻ്റെ ജലനിധി പൈപ്പുമായി ബന്ധപ്പെട്ട വർക്കുകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇത്രയും താമസം നേരിട്ടത് എന്നാണ് കോൺട്രാക്ടർ പറഞ്ഞത്. അടിയന്തരമായി റോഡ് പണിയും അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും തീർക്കുകയും അതുപോലെ തന്നെ അവിടെ പൊടിയും ഒക്കെ ആയി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്, അതും അറിയാം. അതിനെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി എല്ലാ കോറിക്കാരെയും ചേലക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് വിളിപ്പിച്ച് അതിന് വേണ്ടതായുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് തീർച്ചയായും നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. ഇത് ഇന്നലെ ഇന്നും നടന്നൊരു സംഭവമല്ല. തുടർച്ചയായിട്ട് കോറി ഉള്ള സമയം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും പോലീസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെടൽ മാത്രം കുറച്ച് ദിവസം നിർത്തി വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാർത്ത വന്നിട്ടും പോലീസിനെ അറിയിച്ചിട്ടും പഞ്ചായത്തിനെ അറിയിച്ചിട്ടും ഇന്നും ലോഡ് കണക്കിന് ഓവർലോഡ് ഇറക്കാനാണ് കയറി പോകുന്നത്. ഇത് വീണ്ടും മുൻ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞിട്ടുണ്ട്, താങ്കളതിന്റെ ഭാഗമായിരുന്നു, നിങ്ങൾ എല്ലാവരും കൂടെ അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഇത് തുടരുകയാണെങ്കിൽ അത് ശാശ്വതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഉറപ്പെന്താണ് ഭരണസമിതി? ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ പറ്റുന്ന ഉറപ്പ് അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക, ഒരു നിയമ സംഹിതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആലോചിച്ച് എടുക്കുന്ന തീരുമാനം തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിലാണെങ്കിൽ അത് അടച്ചുപൂട്ടാവുന്ന നടപടിയിലേക്ക് കിടക്കും. ആ രീതിയിലേക്ക് ചർച്ച വരും. ജനങ്ങൾ അതെങ്ങനെ നോക്കട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. ഞാനിപ്പോൾ
കാരണം ചേലക്കരയിലെ ഈ വിഷയം കോറിയുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ ഉണ്ടായതല്ല. കുറെ കാലങ്ങളായി ഈ കോറികളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ പഞ്ചായത്ത് ഭരണം മാത്രമാണ് ഈ 27-ാം തീയതിക്ക് ശേഷം മാറിയിട്ടുള്ളത്. ആ ഭരണസമിതി പൂർണ്ണമായ തോതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മറ്റ് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവില്ലാമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ, വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവില്ലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. ഫോൺ 9845128760.